ഗുഡ് മോർണിംഗ്. കേൾക്കാമോ? കേൾക്കാം. കാണാമോ? കാണാം. കാണാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മഴ എങ്ങനെയുണ്ട്? ഭയങ്കര മഴയാണ്. കാറ്റും മഴ മാത്രം കുഴപ്പമില്ല. ഭയങ്കര കാറ്റ്. കാറ്റും ചൂടാണല്ലേ? ശില. ഹലോ, കേൾക്കാമോ? കേൾക്കാം. കേൾക്കുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ബ്രേക്ക് ആവാൻ വേണ്ടി പറയണേ. PDF കാണാമോ? കാണാം. ഓക്കെ. പ്രയർ ആരാണ്? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആനന്ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വര തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും മേഘരക്ഷകനാക്കും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയെ വിധി പറയും ദിവസത്തിൽ മേഘാധിപനെ നിയതമാരാധിപ്പൂനങ്ങളങ്ങയെ മാത്രം സതതം സഹായമ തീർപ്പതും തിരുമുന്റെ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോട്ടൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗഭ്രഷ്ടർ തൻ വഴിയുമല്ല. ആനന്ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. താങ്ക് യു. ഇതാരാണ് ഇപ്പൊ പാടിയത്? പേര് പറഞ്ഞോ. കമറുനിസ. മറ്റേ മോളാണ്. എനിക്ക് പ്രാർത്ഥന നന്നായിട്ട് അറിയാം. ഞാൻ ട്രെയിനിങ് പോയിരുന്ന സ്കൂളില് ഞാൻ ഹിദായത്തുൽ മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പോയിരുന്നത്. അവിടെ ഈ പ്രാർത്ഥനയായിരുന്നു. സ്കൂളിൽ പ്രയർ ചെല്ലൽ ഇതാണ്. നല്ല പ്രയർ ആണത്. ഞാൻ തോട്ട് ഓഫ് ദ ഡേ. തോട്ട് ഓഫ് ദ ഡേ ആരാ? ആരുല്ല? ഞാൻ പറയാം മാം. അർച്ചന. Live as if you were to die tomorrow. Learn as if you were to live forever. Written by Mahatma Gandhi. Presented by Archana Vishnu. Thank you, ma'am. Okay. Signing. ഞാൻ പറയട്ടെ മാം, ആരുമില്ലെങ്കിൽ. പറഞ്ഞോ. അധികം കവിതയൊന്നും ചൊല്ലാൻ അറിയില്ല, എന്നാലും പറയാം. എഴുതിയ കലാഭവൻ റാണി ഷിബു എഴുതിയ ബാക്കി പത്രം പറഞ്ഞ കവിതയാണ്. ഓക്കെ. ഒരു രാവു പുലരുമ്പോൾ ഭൂമിയും പുഴയായി ചിതറുന്നു മർത്യനും പല ദിക്കിലായി. മരണം മുഖാമുഖം കാണുന്ന മാത്രയിൽ അറിയാതെ മക്കളെയും വേർവിട്ടുപോയി. ഉടുതുണി മാത്രമായി കരയിലേക്കെത്തിയ മർത്യന്റെ നെഞ്ചകം നീറിടുന്നു.
ജന്മം തന്നവർ ജന്മം കൊടുത്തവർ എവിടെയാണെന്നറിയാതെ പോയി. കുത്തിയൊഴുകുന്ന മഴവെള്ളപ്പാച്ചിലിൽ ഉയരുന്നു മർത്യന്റെ നിലവിളിയും. പ്രാണനു വേണ്ടി പിടയുന്ന നേരത്ത് ഉയരുന്നു പ്രളയത്തിൽ പല കൈകളും. പ്രാണനായി പിടയുന്ന നേരത്തു മർത്യന്റെ രക്ഷകരായി ധീരപുത്രർ. തൻ പ്രാണൻ നോക്കാതുറക്കവുമില്ലാതെ രാവും പകലും അവർ കാവലായി. പേറ്റുനോവോടി പിടയുന്ന പെൺമണി വാനിൽ ഉയർന്നവൾ തൂങ്ങിയാടി. സാഹസം കാട്ടിയ ധീരജവാന്മാരെ എന്നുമോർത്തിയിടേണം നന്ദിയോടെ. ആരും വിളിക്കാതെ ഓടി വന്നെത്തിയ കടലിന്റെ മക്കളെ നമിച്ചിടുന്നു. നന്മ നിറഞ്ഞൊരാ കടലിൻ പുത്രന്റെ സ്വന്തം ശരീരം ചവിട്ടുപടിയായി. ഒറ്റയാക്കപ്പെട്ട കടലിന്റെ മക്കളിൽ ഇത്രയും നന്മയുണ്ടായിരുന്നു. ഇതുവരെ കാണാത്ത ഇതുവരെ അറിയാത്ത സോദരർക്കായവർ പൊരുതി നിന്നു. കാലവർഷത്തിൻ കനിയടങ്ങാതെ ഈ മണ്ണിന്റെ മാറിലാണീ താണ്ഡവം. ചോര നീരാക്കി സ്വരുക്കൂട്ടിയതെല്ലാം കലിയോടെ പ്രളയം കവർന്നെടുത്തു. മഹാപ്രളയത്തിന്റെ ഭീകര ദൃശ്യങ്ങൾ കരളിന്റെ ഉള്ളിൽ പതിഞ്ഞുപോയി. നിദ്രയിൽ പോലും ഞെട്ടിയുണരുന്നു ഹൃദയം തകർത്തോരാ ഓർമ്മകളിൽ. അന്നത്തിൻ വിലയറിയാതെ ജീവിച്ചവർ ഒരു നേരം വിശപ്പാൽ കരഞ്ഞുപോയി. ഭക്ഷണ പൊതിയുമായി രക്ഷകരെത്തുന്ന നേരം നോക്കി ഇരുന്നു പോയി. എല്ലാം തകർത്തെറിഞ്ഞാടിത്തിമിർത്തൊര കാലവർഷത്തിൻ കലിയടങ്ങി. ഇന്ന് ശാന്തമായൊഴുകുന്ന പമ്പയും പെരിയാറും അറിയുന്നുവോ ഈ വേദനകൾ? മനുജന്റെ പാപങ്ങൾ താങ്ങുവാനാവാതെ പ്രകൃതിയുടെ കണ്ണുനീരായിരിക്കാം. കാലവർഷം ബാക്കി വെച്ചൊരാമൺകൂന ചെളിയാക്കിയെറിയുന്നു രാഷ്ട്രീയക്കാർ. ഇനി എന്തു വീണമെന്നറിയാതെ കുഴയുന്നു പുനർജന്മം കൊണ്ടൊരു കേരളത്തിൽ. ശാന്തമായൊരു രാവുറങ്ങുവാനാവുമോ അറിയില്ല മർത്യനീ കേരളത്തിൽ. ശാന്തമായൊരു രാവുറങ്ങുവാനാവുമോ അറിയില്ല മർത്യനീ കേരളത്തിൽ. വെരി ഗുഡ് ധന്യ. സോറി മാം, ഇത്രയും സമയം എടുത്തതിന് അത് മുഴുവൻ ചൊല്ലാണ്ടിരുന്ന. തിങ്കളാഴ്ച തൊട്ട് എനിക്ക് ഗവൺമെന്റ് സ്കൂളിൽ ഇന്റേൺഷിപ്പിന് കിട്ടിയിട്ടുണ്ട് മാം. ഓക്കെ ഓക്കെ ശരി. ഓക്കെ പോയിട്ട് വരൂ. ഓൾ ദി ബെസ്റ്റ്. യെസ്, നമ്മളെ ഡിഫൻസ് മെക്കാനിസം ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നമ്മള് എത്രണ്ണം പറഞ്ഞു? കോമ്പൻസേഷൻ, റാഷണലൈസേഷൻ, പ്രൊജക്ഷൻ, ഐഡന്റിഫിക്കേഷൻ വരെ പറഞ്ഞു അല്ലേ? അതെ. നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അടുത്ത ഡിഫൻസ് മെക്കാനിസം ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ. It is an adjusting mechanism in which the original goal or desire are exchanged by others. Substitution എന്നുവെച്ചാൽ പകരം വയ്ക്കൽ. It is an adjusting mechanism. ഇത് ഒരു adjusting mechanism ആണ്. ഇവിടെ എന്താണ് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? The original goals or desires are exchanged by others. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഇമോഷൻസിനെ റീപ്ലേസ് ചെയ്യുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇമോഷൻസ് റീപ്ലേസ് ചെയ്യുന്നത്. അതായത് നമുക്ക്
എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ യഥാർത്ഥ ലക്ഷ്യങ്ങളോ ആഗ്രഹങ്ങളൊക്കെ നമുക്കുള്ളവരായിരിക്കും. പക്ഷെ നമ്മൾക്കത് ചെയ്തു തീർക്കാൻ പറ്റില്ല. ചില കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റാറില്ല അല്ലെ? നമുക്ക് സിറ്റുവേഷൻസ് ഉണ്ടാവാറില്ലേ? നമുക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില ഇഷ്ടങ്ങളുണ്ട്, അതിലേക്ക് എത്താൻ പറ്റാറില്ല നമുക്ക് ചില സമയങ്ങളിൽ. അങ്ങനെ ലൈഫ് സിറ്റുവേഷൻസിൽ സംഭവിക്കാറുണ്ട് ഇല്ലേ? എല്ലാം സക്സസ്ഫുൾ ആയവരാണോ നമ്മളെല്ലാവരും? അല്ല. അല്ല. അതായത് നമ്മളുടെ യഥാർത്ഥ നമുക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം, ചില ഇഷ്ടമുള്ള നല്ല ആഗ്രഹങ്ങൾ. പക്ഷെ ചില സാങ്കേതിക തടസ്സങ്ങളാലോ അല്ലെങ്കിൽ നമുക്ക് അത് ചിലപ്പോൾ നമ്മൾ ആ ആഗ്രഹം പൂർത്തീകരിക്കണ്ട എന്നായിരിക്കാം. ഓക്കെ, അത്തരം സിറ്റുവേഷൻസ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ആഗ്രഹം അവിടെ എന്ത് ചെയ്യും? വിട്ടു അല്ലെ? നമ്മൾ ആഗ്രഹം അവിടെ വിടാണ്. പക്ഷെ എന്താണ്, അത് മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരാണ്, മറ്റാരെങ്കിലും അത് ചെയ്തോട്ടെ, എനിക്കത് വേണ്ട, ഞാനത് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനത്തിൽ നമ്മൾ എത്തിച്ചേരാറുണ്ട് അല്ലെ? അപ്പൊ മറ്റൊരാൾ അത് ചെയ്ത് കണ്ടു, ഓക്കെ, ആള് സന്തോഷമല്ല നമുക്ക് തോന്നുന്നത്, നമ്മളത് ഒന്നില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഡാൻസ് പഠിക്കാൻ പറ്റിയില്ല, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മകളിലൂടെ അത് സഫലമാക്കാറില്ലേ ആ ഒരു ആഗ്രഹം അല്ലേ? അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അതുപോലെ എന്തോ ആയിക്കോട്ടെ, പാട്ട്, ഡാൻസ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് നമ്മൾ അത് മറ്റൊരാൾക്ക്, നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നമ്മൾ മറ്റൊരാളിലൂടെ നമ്മളത് നടത്തി കാണാനായിട്ട് ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻ ആണത്. അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. നമുക്ക് അവിടെ വേറെ വിഷമം ഉണ്ടെങ്കിൽ പോലും നമുക്കത് വലിയ ബുദ്ധിമുട്ടില്ല, നമ്മൾ ആ സിറ്റുവേഷൻ മറികടന്നു. ഓക്കെ, മറ്റൊരാൾ എന്റെ മോളത് ചെയ്യുന്നുണ്ട്, ആ ഒരു സന്തോഷത്തിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ഓക്കെ, ആ സിറ്റുവേഷൻ നമ്മൾ ഓക്കെ, ആ പ്രോബ്ലം ആണ് നമ്മളത് സോൾവ് ചെയ്തത്. മനസ്സിന്റെ ഒരു തന്ത്രമാണ്. ഓക്കെ, അങ്ങനെ നമ്മളെക്കൊണ്ട് തോന്നിപ്പിക്കുന്നത്, മറ്റൊരാൾ അത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമ്മളെക്കൊണ്ട് തോന്നിപ്പിക്കുന്നത് മനസ്സിന്റെ ഒരു ഡിഫൻസ് ആണ്. ഓക്കെ, മനസ്സിലായോ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന്? മിണ്ടാതിരിക്കരുത്. യെസ് ഓർ നോ? ഇവിടെ കമ്പിടുന്നുണ്ടല്ലേ? മനസ്സിലായി. ഇനി അടുത്തത്, അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ പകരം വെക്കൽ നമ്മൾ എഴുതി വെച്ചു കേട്ടോ. പകരം വെക്കൽ, ഇമോഷൻസിനെ റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ നെക്സ്റ്റ് വരുന്ന മെക്കാനിസം ആണ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ നിങ്ങൾക്ക് സൈക്കോളജിയുടെ നോട്ട് കിട്ടിയായിരുന്നോ 6th ചാപ്റ്ററിന്റെ? ഇല്ല മാം. എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ എന്നോട് പറയണം കേട്ടോ. കുറച്ചൊക്കെ ഞങ്ങൾ തന്നെ എഴുതിയിട്ടുള്ള നോട്ട്സാ, അല്ലാണ്ട് വേറെ കിട്ടിയിട്ടില്ല. ഒരു ചാപ്റ്റർ തീരുമ്പോൾ ഞാൻ നോട്ട് തരാറില്ലേ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് പോലെ? വന്നിട്ടില്ല. വന്നോ ഇല്ലയോ? ഇല്ല മാം. ഇല്ല മാം. ഓക്കെ, യെസ്. സബ്ലിമേഷൻ എന്താണ്? It is a form of mechanism of substitution in which our unacceptable desire or activities are redirected into socially desirable channels. അപ്പോൾ സബ്ലിമേഷനും സബ്സ്റ്റിറ്റ്യൂഷനും ഏകദേശം ചെറിയൊരു കണക്ഷൻ ഉള്ള ഒരു ഡിഫറൻസ് ആണ്. അതായത് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാത്തീകരണം എന്ന് നമ്മൾ സൈക്കോളജിക്കലി പറയും. ഉദാത്തീകരണം എഴുതി വെച്ചോളൂ കേട്ടോ. ഉദാത്തീകരണം. ഉദാത്തീകരണം ദയയുടെ ദായാണേ, ദയയുടെ ദാ. ഉദാത്തീകരണം, ഉദാത്തീകരണം, സബ്ലിമേഷൻ. അതായത് നമ്മളുടെ അസ്വീകാരമായിട്ടുള്ള ആഗ്രഹങ്ങളോ, അതായത് സ്വീകരിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ, നമ്മുടെ ഇഷ്ടങ്ങള് നമുക്കത് ചിലപ്പോൾ നടപ്പിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? അതിനെ സോഷ്യലി ഒരു മറ്റൊരു അതായത് സാമൂഹ്യപരമായിട്ടുള്ള മറ്റൊരു അവസ്ഥയിലേക്ക് അതിനെ മാറ്റുന്നു. അതായത് എക്സാമ്പിൾ പറഞ്ഞാലേ മനസ്സിലാവും. ഇവിടെ സോഷ്യൽ സിറ്റുവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ എക്സാമ്പിൾ പറയുന്നത്, നിങ്ങള് സബ്ലിമേഷൻ പറയുമ്പോൾ ഇപ്പൊ കുട്ടികളില്ലാത്ത ആൾക്കാര്, കുട്ടികളില്ലാത്തവര് നിങ്ങൾ ആ ഒരു ഉദാഹരണ സഹിതം തന്നെ എടുക്കണം കേട്ടോ. ഓക്കെ, യെസ്. കുട്ടികളില്ലാത്ത ആൾക്കാര് ഓർഫനേജിലേക്ക് പോയിട്ട് അവിടെയുള്ള കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നു? അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങള്, പുസ്തകങ്ങള്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ചെയ്തു തീർക്കുകയാണ്, എല്ലാം ചെയ്തു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ നിന്നും? അവർക്ക് കുട്ടികളില്ല എന്നുള്ള സത്യം അവർ ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ? കുട്ടികളില്ല എന്നുള്ള സത്യം അവർ ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അവർക്ക് എന്താണ്?
കുട്ടികളോടുള്ള ഒരു താല്പര്യം മൂലം അല്ലെങ്കിൽ അതേപോലത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇത് സോഷ്യലി ഉദ്ദേശിക്കുന്നത് അത് പുറത്തേക്കാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷനെ കാണിക്കുക, ആ ഡിഫൻസിനെ കാണിക്കുന്നത്. പുറത്തുള്ള അനാഥരായ കുട്ടികളുണ്ട്, അവർക്ക് ഇത് കൊടുക്കുന്നതിലൂടെ എന്താണ് അവർക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ആരുമില്ലാത്തവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കുറച്ച് നമ്മുടെ ആ പ്രശ്നത്തിനൊരു അല്ലെങ്കിൽ നമ്മൾ ആ പ്രശ്നത്തിന് മറികടക്കും, നമ്മൾ ഡിഫെൻഡ് ചെയ്യണതിന്. ഓക്കെ, അതാണ് എന്താ സപ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇനിയിപ്പോ കുട്ടികളില്ലാത്തതിന് വേണ്ടി ഇപ്പൊ അച്ഛനമ്മമാരില്ലാത്തവരുണ്ടാവും, അല്ലെങ്കിൽ അനാഥരായവരെ ഓൾഡ് ഏജ് ഹോംസിലേക്കൊക്കെ എന്താണ് അവരുടെ ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ നമ്മള്? അതൊരു സപ്ലിമേഷൻ ആയിട്ടുള്ള ഡിഫൻസ് ആണത്. ഓക്കെ, അവർക്ക് സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തില്. അത് നമ്മൾ എന്താണ് നമ്മുടെ മനസ്സിനറിയാം നമുക്ക് അച്ഛനമ്മ ഇല്ല, അപ്പൊ അച്ഛനമ്മയുള്ള ആൾക്കാരുടെ കൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കേന്ദ്രങ്ങളിലേക്ക് ചെന്നുകൊണ്ട് ഓൾഡ് ഏജ് ഹോംസിൽ പോയി അവരുടെ കൂടെ ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റുന്നത് മനസ്സിന്റെ ഒരു തന്ത്രമാണ്. ആ സിറ്റുവേഷൻ മറികടക്കുകയാണ്. അതായത് എനിക്ക് അച്ഛനമ്മ ഇല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു സത്യമാണ് അല്ലെ? ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് പക്ഷെ അവരുടെ കൂടെ കുറച്ച് സമയം ഇരിക്കുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടും. നമ്മൾക്ക് നമ്മളുടെ ആ പ്രശ്നം ഇല്ലാതായി മാറുന്നതാണ്. ഇല്ലാതായി മാറുന്നതല്ല, ഡിഫെൻഡ് ചെയ്യാൻ പറ്റും, നമുക്കത് പ്രതിരോധിക്കാൻ പറ്റും. അതാണ് എന്താ സപ്ലിമേഷൻ എന്ന് പറയുന്നത്. യെസ്, അപ്പൊ സോഷ്യലി ഡിസേബിൾ ചാനൽസിലേക്ക് മാറ്റുന്നത് സാമൂഹ്യപരമായിട്ടുള്ള ചുറ്റുപാടിലേക്കാണ് അതിനെ നമ്മുടെ ആഗ്രഹങ്ങളെ മാറ്റുന്നത്. ഇപ്പൊ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കത് ചെയ്യുകയാണെങ്കിൽ എന്താണ് സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്കത് സന്തോഷം കിട്ടുന്നു എന്നാണ് പറയുന്നത്. അതാണ് സപ്ലിമേഷൻ അഥവാ ഉദാത്തീകരണം എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് എല്ലാ ക്ലാസ്സിൽ പെട്ടത് ആർക്കും മനസ്സിലായില്ല സബ്ലിമേഷൻ എന്താണെന്ന്. അവർ വീണ്ടും വീണ്ടും ചോദിച്ചു, മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഇയർ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ മനസ്സിലായത്. അതാണ് ഞാൻ ഇത് തന്നെ പറഞ്ഞു കേട്ടാ. ഓക്കെ, അടുത്തത് റിപ്രഷൻ. ഇവിടെ രണ്ട് വാക്കുകൾ വരുന്നത് മാറിപ്പോകരുത്. റിപ്രഷൻ ഉണ്ട്, റിഗ്രഷൻ ഉണ്ട് കേട്ടോ. റിപ്രഷൻ, റിഗ്രഷൻ രണ്ടും രണ്ട് ഡിഫൻസ് മെക്കാനിസം ആണ്. ഓക്കെ, നോക്കാം. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂഷനും സബ്ലിമേഷനും പറഞ്ഞപ്പോ നിങ്ങൾക്ക് രണ്ടും ഏകദേശം ഒരുപോലെ തോന്നിയായിരുന്നോ? അതെ മാം, അങ്ങനെ തോന്നിയായിരുന്നു. റിലേറ്റഡ് ആണ്, രണ്ടും റിലേറ്റഡ്. നമ്മുടെ ആഗ്രഹങ്ങൾ കംപ്ലീറ്റ്ലി മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കുന്നത് നമ്മള് ഒരു ഫാമിലി മെമ്പേഴ്സിലേക്ക് തന്നെ. പക്ഷെ ഇത് സോഷ്യലി ഡിസേബിൾ ആയിട്ടുള്ള മറ്റൊരു ചാനലിലേക്ക് മാറ്റുന്നത് മാത്രമാണ് വളരെ വ്യത്യാസം വരുന്നത്. ആഗ്രഹങ്ങൾ തന്നെ മറ്റാൾക്കാരിൽ കൂടി നമ്മളത് സഫലീകരിക്കുന്നു. യെസ്, ഇനി റിപ്രഷൻ, അടിച്ചമർത്തൽ. നമ്മളെല്ലാവരും അറിയുന്ന ഒരു വികാരമാണ് അല്ലെ? ഇനി എല്ലാവരും ഡിഫറെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താണ് റിപ്രഷൻ അഥവാ അടിച്ചമർത്തൽ എന്ന് പറയുന്നത്. എന്താണ് റിപ്രഷൻ? ഇവിടെ നമ്മൾ ഡിഫൻസ് മെക്കാനിസം പഠിക്കുന്ന സമയത്ത് ഫ്രോയിഡ് പറയുന്നു, സിഗ്മണ്ട് ഫ്രോയിഡ്, അദ്ദേഹം പറയുന്നത് എന്താണ്? Distress, it is a basic mechanism in which our strong emotional ideas and uncomfortable memories which do not agree with our social values and norms are split off from consciousness and thrown into the unconsciousness. In other words, it is a process of unconscious forgetfulness of our unpleasant and conflict producing emotions and desires. എന്തെങ്കിലും മനസ്സിലായോ കേട്ടിട്ട്? ഇല്ല. എന്താണ് റിപ്രഷൻ? അടിച്ചമർത്താന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ ഒരു ഭാഗത്ത് ഇരിക്കുമ്പോൾ കംഫർട്ടബിൾ അല്ലാത്ത അൺകംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നതും, പിന്നെ കോൺഷ്യസ് പറയുന്നത് നമുക്ക് നമ്മളല്ലാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു. പ്രസന്റ്ലി നമ്മൾ ഇവിടെ ഉണ്ടാവും, പക്ഷെ മൈൻഡ് വേറെ എവിടെയോ ആയിരിക്കും എന്നുള്ളൊരു മീനിങ് ആണ്. ആണോ? ഒരുതരം ആഗ്രഹങ്ങളെ അടിച്ചമർത്തിയിരിക്കുന്നതാണോ? എനിക്ക് തോന്നുന്നു ഒരുതരം ചീറ്റിങ്ങിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗമെന്ന്. ചീറ്റിങ്ങോ? ഒരു തരം ചീറ്റിംഗ് എന്ന് പറയാം. എന്താ പറഞ്ഞ കേട്ടില്ല. റിപ്രസ്ഡ് ആവാറുണ്ട് നമ്മൾ എപ്പോഴും. എങ്ങനെയാണ് റിപ്രസ്ഡ് ആവുന്നത്? നമ്മുടെ അടുത്ത് ഒരു ഇഷ്ടമല്ലാത്ത കാര്യം നീ ചെയ്യണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലെങ്കിലും ആ കാര്യം നമ്മൾ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അത് അടിച്ചമർത്തൽ പോലെയാണ്.
പ്രയോറിറ്റി കൊടുക്കുന്നത് തന്നെയാണ് അല്ലെ. നമ്മുടെ ഫീലിങ്സിന് നിങ്ങളുടെ ഫീലിങ്സിന് അടിച്ചമർത്താറില്ലേ ചില സമയങ്ങളില്? ഉണ്ട് മാം. അതെ അതെ. ഉണ്ട്. ഒരുപാട് പ്രാവശ്യം. മനസ്സിന്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതൊക്കെ കണക്റ്റഡ് ആണ്, എല്ലാ ഡിഫറൻസും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്റ്റഡ് ആണ്. ചില കാര്യങ്ങൾ നമുക്ക് പറ്റില്ല എന്ന് പറയാം, പക്ഷെ ചിലത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക്. പക്ഷെ അതിന്റെ ഒരു സിറ്റുവേഷൻ ശരിയാണ്, മനസ്സ് കെട്ടുപണങ്ങി എടുക്കുന്ന ഒരു സിറ്റുവേഷൻ, നമുക്കത് വേറെ നിവർത്തിയില്ല അല്ല, നിവർത്തിയില്ല എന്ന് പറഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രശ്നം സോൾവ് ചെയ്യാണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് ആക്സെപ്റ്റ് ചെയ്യും അല്ല, നമ്മളത് സ്വയം അന്ന് ഉള്ളിലേക്ക് ആ വിഷമത്തിന് എന്ത് ചെയ്യും? അതങ്ങനെ ഇല്ലാണ്ടായി പോകുന്നില്ല, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട് മനുഷ്യന് അല്ലെ. അത് വിഷമമാണ്. ഇപ്പൊ നമ്മള് ആർക്ക് വിഷമങ്ങളൊന്നും തോന്നരുത് പറയുമ്പോ. മരണം എന്ന് പറഞ്ഞാൽ സത്യമാണ് അല്ലെ. മരണം എന്ന് പറയുന്ന ഒരു സത്യമായ ഒരു അവസ്ഥയാണ്. യെസ്. അപ്പൊ നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മളുടെ നിന്ന് വിട്ടുപോയെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് എന്നും ആ വിഷമം ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ കണ്ടിന്യൂസ്ലി വിഷമിച്ചുകൊണ്ടിരിക്കുക. 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് വിഷമം ഉണ്ടില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ആ വേദന നമ്മൾ അടിച്ചമർത്തി, അല്ലെങ്കിൽ ആ ഒരു വേർഡ് കൊണ്ട് മാത്രമേ സൂചിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മളത് നമ്മുടെ ഉള്ളിലേക്ക് അതിങ്ങനെ നമ്മളെ പൊതിയുന്ന, നമ്മൾ ആ സിനിമയിൽ പറഞ്ഞത് നമ്മളെ പൊതിയുന്ന ഒരു സങ്കടമാണ്. അത് ചിലപ്പോ എല്ലാ ദിവസവും നമ്മൾ ഓർക്കുന്നതായിരിക്കും, പക്ഷെ നമുക്കത് നമ്മൾ എന്ത് ചെയ്യും? പോട്ടെ, കുഴപ്പമില്ല എന്നുള്ളൊരു മനസ്സ്, അങ്ങനെ ഒരു ആശ്വസിക്കാറില്ല നമ്മളെല്ലാവരും. പോട്ടെ, സാരില്ല, നമ്മളെല്ലാം നമ്മൾ ആശ്വസിക്കാറില്ല. മനസ്സിൽ ഒതുക്കി വെച്ചു ആ സങ്കടം. ഒതുക്കി വെക്കുക, അങ്ങനെയും ഒരു വേർഡ് ഇവിടെ സൂചിപ്പിക്കുക കേട്ടോ. ഒതുക്കി വെക്കാറുണ്ട് അങ്ങനെ സിറ്റുവേഷൻ. നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് ഒരിക്കലും കുട്ടികളും അങ്ങനെ കാണിക്കാം. ചിലപ്പോ ഇത് ഏറ്റവും കൂടുതൽ ശരിക്കും ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഏറ്റവും ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ഭാഗമാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. അതായത് എല്ലാ ഫീലിങ്സ്, ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, സപ്ലിമേഷൻ ആയിക്കോട്ടെ, സബ്സ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല. പറ്റാണ്ടായിരിക്കും നമ്മൾ അതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ സ്വയം ആശ്വാസം കണ്ടെത്തുകയാണ്. ആള് പോയി, ഇപ്പൊ മരണപ്പെട്ടതാണെങ്കിൽ എന്താണ്, ആള് പോയി, ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാനില്ല. ആ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യാതെ സ്വീകരിക്കാന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഓക്കെ, യെസ്. അത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും എന്തായിരിക്കും, ഒരു ഓർമ്മ പോലെ തന്നെ. ഒരിക്കലും മാറിയൊന്നുമില്ല കേട്ടോ. ഈ അക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങൾ മനസ്സിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ഇടയ്ക്ക് ആലോചിക്കുകയും ചെയ്യില്ലേ, ആലോചിക്കാറില്ലേ? വിട്ടുപോയ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കും, പക്ഷെ പെട്ടെന്ന് തന്നെ മനസ്സിനെ അതിൽ നിന്ന് റീഡയറക്ട് ചെയ്യുകയും ചെയ്യും. വേണ്ട അത് ആലോചിക്കണ്ട, ഞാനത് വിട്ട കാര്യമാണെന്നൊക്കെ നമ്മൾ റീഡയറക്ട് ചെയ്യാറുണ്ട്. യെസ്. പക്ഷെ എങ്കിലും അതിങ്ങനെ ഓർമ്മയിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ആ വ്യക്തി നൽകിയ അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ആ വ്യക്തി നമുക്ക് എങ്ങനെയായിരുന്നു അതനുസരിച്ചിട്ടായിരിക്കും അതിന്റെ ഒരു ഇൻഡെപ്ത് വരാൻ പറയുന്നത്. ഒരു അതായത് ആളെങ്ങനെയായിരുന്നു അതിനനുസരിച്ചല്ലേ നമ്മൾ ആളെന്ന് ഓർക്കുന്നത്. ഓക്കെ, ആളിങ്ങോട്ട് തന്നിരിക്കുന്നതിന്റെ അനുസരിച്ചിട്ടാണ് നമ്മളെ വിട്ടുപോയ ആളെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള വിഷമങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നവരാണ്. നമ്മളതെല്ലാം മനസ്സിലുണ്ട്, അത് ഒതുക്കി വെച്ചിട്ടാണ്. നമ്മളുടെ ഡിഫൻസ് ആണ്, മനസ്സിന്റെ ഒരു തന്ത്രമാണത് റിപ്രസ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അതായത് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള മെമ്മറീസ് ആണ് അതെല്ലാം തന്നെ. നമുക്ക് ഒരിക്കലും ഓർക്കുമ്പോഴും വിഷമമാണല്ലോ. നമ്മളെപ്പോഴും ഈ റിപ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നും വിഷമത്തോടെ മാത്രമാണ് നമ്മൾ കാണുന്നത്. അല്ലാത്ത പക്ഷെ നമുക്ക് അങ്ങനെ കാണാം. എക്സ്പ്ലെയിൻ ചെയ്യില്ല. എക്സ്പ്ലെയിൻ ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും പല ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും. ഓക്കെ, കാര്യം മനസ്സിലായാലോ എന്താണ് റിപ്രഷൻ എന്ന്? മനസ്സിലായി. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം വരുന്നത് എന്താണ്? ഈ രണ്ട് കാര്യങ്ങൾ മാറിപ്പോയത് കേട്ടോ. പേര് മാറുള്ളൂ, രണ്ടും രണ്ട് കാര്യങ്ങളാണ്, പഠിക്കേണ്ട. അടുത്തത് റിഗ്രഷൻ. എന്താണ്? പശ്ചാത്തഗമനം. റിഗ്രഷൻ മീൻസ് പശ്ചാത്തഗമനം. ഇതിന്റെ മലയാളത്തിൽ നമ്മൾ പറയുന്നതാണ് പശ്ചാത്തഗമനം. പശ്ചാത്താപത്തിന്റെ വരെ എഴുതാം. ഗമനം എന്ന് പറയുന്നത് നമ്മുടെ ഗഗനം എന്നൊക്കെ എഴുതൂലേ, പശ്ചാത്തഗമനം. Some people do not come across the problem of life, its strain and stress in a mature way. They revert or go back to an immature or childish level of behavior and thus avoid the pain, suffering, a conflict or tension. This mode of behavior is called the regression. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവാം ഇത് മനസ്സിന്റെ കുറച്ചും കൂടി കട്ടി കൂടിയ ഒരു സിറ്റുവേഷൻ ആണ്.
അതായത് ഇവിടെ നമുക്ക് പെയിൻ ഉണ്ടാവില്ല. പെയിൻ നമുക്ക് എന്താണ്, പെയിൻ നമുക്ക് വേറെ രീതിയിലേക്ക് മാറ്റാം. നമ്മുടെ വേദനയെ വേറെ രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അറിയോ? സം പീപ്പിൾ ഡു നോട്ട് കം അക്രോസ് പ്രോബ്ലംസ്. ചിലവർക്ക് എന്താണ്, ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ചില മനസ്സിന് കട്ടി കുറഞ്ഞവരുണ്ട്, ചില ഫേസ് അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ കുറെ പേരിങ്ങനെ സൂയിസൈഡ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. അവർക്ക് മനസ്സിന് യാതൊരുവിധ കട്ടിയില്ല. ഓക്കെ, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ പശ്ചാത്തഗമനം. ആർക്കും ക്ലിയർ ആവുന്നില്ലേ? പശ്ചാത്തഗമനം. ഓക്കെ, സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ എന്ത് ചെയ്തത് സൂയിസൈഡ് ചെയ്യുന്നത് അല്ലെ. എന്താണ്, മനസ്സിന് അവിടെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കാൻ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ചിലവർ അങ്ങനെയാണ്, ഇമോഷണലി വീക്ക് ആയവരായിരിക്കും അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലേക്ക് എത്തിപ്പെടുന്നത്. അതായത് വേറെ നിവർത്തി ഇല്ലാതെ വരുമ്പോൾ ആ സിറ്റുവേഷൻ മറികടക്കാനായിട്ടുള്ള ചിന്ത വരുന്നില്ല അല്ലെ. അതെങ്ങനെ മറികടക്കണം, നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് ചില കാര്യങ്ങൾ അറിയാൻ പറ്റും, അത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് സ്വയം തോന്നും. പക്ഷെ ചിലവർക്ക് അങ്ങനെ സോൾവിങ് കപ്പാസിറ്റി വരില്ല, പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി വരാത്തവര് മെന്റലി വീക്ക് ആയിരിക്കും. അത്തരത്തിലുള്ളവരാണ് അത്തരത്തിലുള്ള അറ്റംപ്റ്റിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, strain and stresses in a mature way, they avert to go back to immature or childish level of behavior and thus avert to the pain, suffering, a conflict or tension. ഇനി നിങ്ങള് എന്താ പറയാ, ഇച്ചിരി മനസ്സിലാക്കി തരാൻ ഇച്ചിരി പണിയാണ്. ചിലവര് അസുഖം വരുന്ന സമയത്ത്, കുറച്ചൊക്കെ പ്രായമായ ആൾക്കാരെ നമുക്കൊന്ന് നോക്കാം. പ്രായമുള്ള ആൾക്കാരെ പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. അസുഖം വരുന്ന സമയത്ത് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് അഡൾട്ടിനെ നോക്കുകയാണെങ്കിൽ ആ ഒരു അസുഖം വന്ന സമയത്ത് നമ്മൾ കുട്ടിയെ പോലെ ബിഹേവ് ചെയ്യാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമുക്കൊരു ഏറ്റവും പ്രശ്നം എന്താ പറയാ, ചിലവർക്ക് ചില മരണങ്ങൾ താങ്ങാൻ പറ്റാതെ ചില സിറ്റുവേഷൻസ്, ചില ആക്സിഡൻസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മൊത്തത്തിൽ മനസ്സ് കൈവിട്ടു പോകും. അപ്പൊ എന്താണ്, പഴയ അവസ്ഥയിലേക്ക് പോകും. അതായത് നമ്മൾ പണ്ട് കുഞ്ഞിലെ എങ്ങനെയായിരുന്നോ, ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നോ ബിഹേവ് ചെയ്തിരുന്നു, വിരല് ചെറുക്കുന്നു, അമ്മയുടെ കൂടെ ഒളിച്ചിരിക്കുന്നു, പിന്നെന്താണ് കുട്ടി ചെയ്യുന്ന പോലെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ചൈൽഡിഷ് ബിഹേവിയർ കാണിക്കുകയാണ് നമ്മൾ. മനസ്സിലായോ? അതായത് നമ്മളുടെ മെന്റലി നമ്മൾ കുറെ കാര്യങ്ങൾ, നമുക്ക് എന്താ പ്രശ്നം വന്നിട്ടുണ്ട്, ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്, ആ പ്രോബ്ലത്തിന് മറികടക്കാനായിട്ട്, അതായത് നമുക്ക് ആ പെയിൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മനസ്സത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, മനസ്സിന് മൊത്തത്തിൽ മനസ്സ് കൈവിട്ടു പോയ ഒരു സിറ്റുവേഷൻ, അതായത് ചൈൽഡിഷ് ബിഹേവിയറിലേക്ക് ആള് മാറുകയാണ്. അതായത് ചിലപ്പോ ഇത് രണ്ടും തിരിച്ചു തരാട്ടോ. ഇപ്പൊ ചില കുട്ടികൾ എന്താണ്, ചൈൽഡിഷ് ബിഹേവിയറിലേക്ക് പോകുന്ന പറഞ്ഞാൽ ഇപ്പൊ കുട്ടി കാണിക്കുന്നത് പോലെ സിറ്റുവേഷൻസ് നമ്മൾ കാണിക്കും. നമ്മുടെ മനസ്സ് നമ്മളുടെ കയ്യിൽ വിട്ടുപോയി. നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സ് നമ്മളുടെ കയ്യിൽ വിട്ടു, നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. ഇപ്പൊ നമ്മൾ ആൽഷിമേഴ്സ് എന്ന് പറഞ്ഞ രോഗം കണ്ടിട്ടില്ലേ? ആൽഷിമേഴ്സ് തന്മാത്ര സിനിമയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അത് കണ്ടിട്ടുണ്ടോ സിനിമ? കണ്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ്, മോഹൻലാലിന്റെ ബിഹേവിയർ എങ്ങനെയാണ് നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്തിട്ടുണ്ടോ? കണ്ടവർക്ക് അറിയാൻ പറ്റും. സിനിമ കാണാത്തവരെന്ത് ചെയ്യും? ഹോർമോണിലേക്ക് പോകും, ഓപ്പറയിലേക്ക് പോവാണ് അല്ലെ, പഴയ കാലത്തിലേക്ക് പോവാണ്. അതായത് അയാൾക്ക് പ്രസന്റ് സിറ്റുവേഷൻസിന്റെ പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ പറ്റാണ്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതിൽ. അപ്പം ആളെങ്ങനെയാവുന്നു, കുഞ്ഞു കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യുന്നത് അല്ലെ. അമ്മയോട് ചെയ്തിരുന്ന കാര്യങ്ങള് ഭാര്യയുടെ കൂടെ ഭാര്യയിൽ നിന്ന് ആവശ്യപ്പെടുകയാണ് അല്ലെ. അമ്മയുടെ കൂടെ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ ആളെ എങ്ങനെയായിരുന്നു, ആ ബിഹേവിയറിലേക്ക് മൈൻഡിന് മാറ്റപ്പെടുകയാണ്. അതായത് തനിക്ക് വന്ന പ്രോബ്ലംസിന് തനിക്ക് ശരിക്കും അത് രോഗം, ആ രോഗത്തിന്റെ അവസ്ഥയാണ് കേട്ടോ. അത് അവിടെ എങ്ങനെ രോഗമായിട്ട് പറയുന്നില്ല, ഞാൻ പറഞ്ഞു തന്നത് എങ്ങനെയാണ് ആ ബിഹേവിയർ മാറുന്നതെന്നുള്ളത്. അപ്പൊ ശരിക്കും മെച്ചുവർ ആയിരുന്ന ആൾക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ എന്തായി മാറുന്നു, ചൈൽഡിഷ് ബിഹേവിയർ. കുട്ടിക്കാലത്ത് ആള് കാണിച്ചിരുന്ന ബിഹേവിയർ എന്താണോ അതിലേക്ക് പോയിട്ട് ആ പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യാൻ. അപ്പൊ വേദനയില്ല, അവിടെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്, പക്ഷെ മൈൻഡ് ആളുടെ മാറിപ്പോയി. ആ പ്രശ്നത്തെ കുറിച്ച്, ആ പ്രശ്നത്തിന്റെ തീവ്രത എന്താണെന്നോ അതെന്തായിരുന്നോ ഒന്നും അന്വേഷിക്കേണ്ടി വരുന്നില്ല. മനസ്സ് തനിയെ മാറിപ്പോകുന്നതാണ് കേട്ടോ. ചില സിറ്റുവേഷൻസിൽ നമ്മുടെ മനസ്സ് മാറും. ഈ ഭ്രാന്ത് വരുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല നിങ്ങൾ? നമ്മൾ പറയും അവർക്ക് ഭ്രാന്താണ്, വെറുതെ അഭിനയിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ. സൈക്കോളജി പഠിക്കുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. ഭ്രാന്ത് എന്നൊരു അവസ്ഥയുണ്ട്. ഓക്കെ, ഇത്
ഈ പറഞ്ഞ എല്ലാ ഡിഫറൻസും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് വളരെ ശൂന്യമാണ്. അതായത് ഈ ഡിഫറൻസ് മെക്കാനിസം ഒന്നും ഭ്രാന്തമായ ഒരു വ്യക്തിയുടെ മനസ്സിലില്ല. ഓക്കെ, ബ്ലാങ്ക് ആണ്, ഒന്നും അറിയില്ല, ഒരു ഫീലിങ്സ് ഇല്ല, ഒന്നും അറിയില്ല. ചിലപ്പോ ഒരു ഇമോഷൻ മാത്രം കടന്നു പോവാം, എന്നും ചിരിക്കും. ചിലപ്പോ ചിരിക്കാതിരിക്കുന്നവരുണ്ട്, ചില ഭ്രാന്തന്മാരെ കണ്ടിട്ടില്ല, ചിരിക്കില്ല, ചിരിയൊന്നുമില്ല, എവിടെയോ ആലോചിച്ച് ഒരു സ്ഥലത്ത് മാത്രം ഒരു പോയിന്റ് ഓഫ് വ്യൂല് മാത്രം നോക്കിയിരിക്കും. ഭ്രാന്തന്മാരെ കണ്ടിട്ടില്ല നിങ്ങള്? ഭ്രാന്തികളെ, ഭ്രാന്തന്മാരെ ഉണ്ടാതിരിക്കല്ലേ, പറയൂ. കണ്ടിട്ടുണ്ട് മാം, ഞാൻ കണ്ടിട്ടുണ്ട്. ആ, കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഈ എല്ലാ ഡിഫറൻസും ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അവർക്ക് ഒരു ഡിഫറൻസും ഇല്ല. അവർക്ക് ഇമോഷൻസ് കടന്നു പോകുന്നുണ്ട്, പക്ഷെ അവര് പോലും അറിയുന്നില്ല. അവര് പോലും അറിയുന്നില്ല അവർക്ക് ഇമോഷൻസ് കടന്നു പോകുന്നത്. അതാണ് ഭ്രാന്തമായ മനസ്സെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സില് ഒന്നുമില്ല, വിശാലമായിട്ട് കിടക്കുന്ന ഒരു തരിശു ഭൂമി പോലെയായിരിക്കും ഭ്രാന്തമായ മനസ്സ്. അതുകൊണ്ടാണ് അവര് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഒന്നും എത്തിപ്പെടാതെ. പക്ഷെ ചില മൊമെന്റില്, ഭ്രാന്തന്മാരില് ചില മൊമെന്റില് ചില വെളിപാടുകൾ ഉണ്ടാവും. ആ ഒരു സമയത്ത് മാത്രം ചിലപ്പോൾ എന്തെങ്കിലും സംസാരിക്കും, അല്ലെ? എന്തെങ്കിലും സംസാരിച്ചാൽ നമ്മളിപ്പോ കവലയിലൊക്കെ ചില ആൾക്കാർ നിൽക്കുന്നതാണ്, നമ്മുടെ ജംഗ്ഷനിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഇപ്പൊ ഭാര്യ മരിച്ചിട്ടോ അല്ലെങ്കിൽ മക്കള് ഇല്ലാതായിട്ടോ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വന്നിട്ട് മനസ്സിന് ആഘാതം സംഭവിച്ചവരുണ്ടാവും. അവര് നമ്മളിപ്പോ ചായക്കടയിലൊക്കെ പോയിരിക്കും പറയും, അയാളിപ്പോ അങ്ങനെ മിണ്ടാറില്ല, ആളിപ്പോ ഒന്നും സംസാരിക്കാറില്ല, ഇടയ്ക്ക് എന്തോ വല്ലതും പറയായിരുന്നു, ഇപ്പൊ അതും പോലും ഇല്ല. എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? അയാളുടെ മനസ്സിന്റെ പൂർണ്ണമായ എല്ലാ നിയന്ത്രണങ്ങളും എല്ലാ ഇമോഷൻസും ഇല്ലാണ്ടായി കഴിഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥ കൂടി നമ്മുടെ മനസ്സിലുണ്ട്. ഓക്കെ, അതായത് പറഞ്ഞ നിയന്ത്രണങ്ങളൊന്നും ഇല്ലാണ്ടായി കഴിയുമ്പോൾ നമ്മളുടെ മനസ്സ് ശൂന്യമാണ്. താളവട്ടം മൂവിയിലൊക്കെ ഉണ്ട്. ഓക്കെ, മൂവീസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഏതോ ഒരു ഫിലിമിലില്ലേ ഒരാള് പിന്നെ ഭാര്യ മരിച്ചതിന് ശേഷം, ശങ്കരാടിയാന്ന് തോന്നുന്നു, ഭാര്യ മരിച്ചതിന് ശേഷം അയാൾക്ക് ഭ്രാന്തായിട്ട് അനിയത്തി ട്രാവൽ അതിന് മുമ്പാണ്. അയാൾ പറയുന്നുണ്ട് അല്ലെ, എന്റെ വളരെ സന്തോഷമായിട്ടാണ് പറയാം, എന്റെ ഭാര്യ മരിച്ചു 20 years ആയി എന്ന് പറഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിട്ടാ പറയുന്നത്. 3 ദിവസം ഞാൻ അവളുടെ കൂടെ ഒരുമിച്ച് കിടന്നു എന്ന് പറയുന്നുണ്ട് അതിൽ, അല്ലെ? അവളുടെ ബോഡി കൊണ്ടുവന്ന സമയത്ത് എടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല. 3 ദിവസം ഞാൻ ഒരുമിച്ച് അവളുടെ കൂടെ കിടന്നു. അവസാനം എന്നെ ഇഞ്ചക്ഷൻ ചെയ്ത് മയക്കി കിടത്തിയതിനു ശേഷമാണ് അവളുടെ ദേഹം ദഹിപ്പിച്ചത്. അങ്ങനെയല്ല ആ ഡയലോഗ്, ഐഷ? യെസ്. അതെന്താണ്? ആളുടെ ഭ്രാന്ത് വേറൊരു തരത്തിലാണ്. പക്ഷെ ആൾക്ക് ഇത്ര ബുദ്ധിമുട്ടില്ല. ചില കേസസിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ എന്ത് വിചാരിച്ചു ഞാനുള്ള സൈക്കോളജിസ്റ്റ് ആണ് നിനക്ക് ചോദിക്കാൻ പറ്റുമോ? ഭ്രാന്തായിപ്പോ. അതായത് ചില ഭ്രാന്തന്മാരെയും ചില ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ചിലവര് ഫീലിങ്സിൽ എന്തും കരയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അലറി കരയുന്നവരെ കണ്ടിട്ടില്ല നമ്മള്. ചിലപ്പോ ഒച്ച മാത്രം ഉണ്ടാവുള്ളൂ ചിലർക്ക്. ചില സമയം ഉണ്ടാകുന്നത് ഭയങ്കര സൗണ്ടിലൊക്കെ കരഞ്ഞു പറയും, കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. അതൊക്കെ മനസ്സിന്റെ സിറ്റുവേഷൻസ് ആണ്. അങ്ങനെയുള്ളവർ എന്തെങ്കിലും ഇനി വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ ഭ്രാന്തന്മാരെ കാണുമ്പോ അവർ അഭിനയിക്കല്ല എന്നൊന്ന് അക്സെപ്റ്റ് ചെയ്തേ കേട്ടോ. ചിലവര്, എല്ലാവരും പറയാൻ പറ്റില്ല. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് സത്യസന്ധമായിട്ട് മനസ്സിൽ സംഭവിച്ചു കാണാൻ കേട്ടോ. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. യെസ്. അപ്പൊ റിഗ്രഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളുടെ നമുക്കൊരു അസുഖം വരുന്ന സമയത്ത് ഭക്തിമൂത്ത് വട്ടായതോ അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. സ്പിരിച്വൽ ആയിട്ടുള്ള ഇന്റലിജൻസ് കൂടിയ ആളായിരിക്കും ചിലപ്പോ, അതുകൊണ്ടായിരിക്കും അങ്ങനെ വട്ടായത്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഭ്രാന്തന്മാരെ നമുക്കറിയാം അല്ലേ? നമ്മുടെ നാട്ടിലും വീട്ടിലൊക്കെ ഉണ്ടാവും. ഓക്കെ, പഠിച്ചിട്ട് തലയിൽ കയറിയിട്ട് ഇതായവരെയും കാണാറുണ്ട് നമ്മുടെ നാട്ടിലുണ്ട്. വട്ടായവരുണ്ടല്ലേ? പഠിച്ചു വട്ടായവരുണ്ട്. ഓ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് ബുദ്ധികള്. പക്ഷെ മിസ് ഇവിടെ അമ്മയ്ക്കുണ്ട്, ഹസ്ബൻഡിന്റെ അമ്മയാണ്. പക്ഷെ അവരുടെ എല്ലാ വിഷയങ്ങളും നമ്മളോട് പറയും. ഫീലിങ്സ് ഇല്ല, നമ്മുടെ ഒരു വിഷമം മനസ്സിലാക്കില്ല. ആൾക്കെല്ലാം വേണം, അതെല്ലാം നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ മിസ് ഇപ്പൊ സംസാരിച്ചാലും എല്ലാം ക്ലിയർ ആയിട്ട് പറയും. ഞങ്ങള് ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഡോക്ടർ 1.5 മണിക്കൂർ ഇരുന്ന് ഗ്രാഫ് വരച്ചിട്ട് ഡോക്ടർ പറയണ അത്ര വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. പക്ഷെ ആള് ചീത്ത പറയാ, ബഹളം വെക്കാ, ഇപ്പൊ മഴയത്താണെങ്കിലും മഴയത്ത് ഇറങ്ങി നടക്കാ, പറഞ്ഞാലനുസരിക്കില്ല, അങ്ങനെയൊക്കെ ഒരു പെരുമാറ്റം. എന്നാൽ നമ്മൾ ചോദിക്കുന്നതിന് മറുപടി കറക്റ്റാ. കുറെ നാളായിട്ട് തുടങ്ങി. എന്താണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ തുടങ്ങിയത്?
ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല. ഞാൻ വന്ന നാള് തുടങ്ങി കാണുന്നത് ഇങ്ങനെ തന്നെയാ. ഹസ്ബൻഡിന് അറിയാൻ പറ്റില്ലേ? ആളും ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. എന്താ പറ്റിയത്? എന്തുകൊണ്ടായിരിക്കാം ആളെങ്കിലും പണ്ടേ ഇങ്ങനെ തന്നെയായിരുന്നു. അതെ, ഞാൻ എന്നിട്ട് അമ്മയുടെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ അമ്മയുടെ അമ്മയും അച്ഛനും നേരത്തെ മരിച്ചുപോയി. അപ്പോ ആങ്ങളമാരാണ് വളർത്തിയത് എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മായിയുടെ അടുത്ത് പോയി ചോദിച്ചു. ഞാൻ വരുമ്പോ മാമനില്ല. അമ്മായിയുടെ അടുത്ത് ചോദിച്ചപ്പോ അമ്മായി പറയണതും അവിടെ അങ്ങനെ തന്നെയായിരുന്നു എന്നാണ്. ഇവരാരും ഒരു എന്താ കാരണം, മിസ് പറഞ്ഞ പോലെ ആക്സിഡന്റ് അങ്ങനെയൊക്കെ എന്തെങ്കിലും കണ്ടിട്ട് പേടിച്ചതോ അങ്ങനെയൊന്നും ഒരു റീസൺ പറയണില്ല. ആളിങ്ങനെ തന്നെ പോയിക്കൊണ്ട്. ആരും കാണാതെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ടോ, അല്ലാതെ മനുഷ്യനൊന്നും സംഭവിക്കില്ല കേട്ടോ. അല്ലെങ്കിൽ ഇൻബോൺ ആയിട്ട് ജനിച്ചപ്പോ തുടങ്ങി എന്തെങ്കിലും വൈകല്യങ്ങൾ മനസ്സിലുണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു റീസൺ ഉണ്ടായിരിക്കും, എന്തായാലും റീസൺ ഇല്ലാതെ റീസൺ ഉണ്ടാവും, ഇതിന്റെ പുറകിൽ കാര്യകാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അവർക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോ അമ്മയ്ക്ക് ഇൻകേസ് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്, അതൊന്നും സംസാരിക്കില്ല. ചോദിച്ചാലെല്ലാം കറക്റ്റ് മറുപടി പറയും. നമ്മൾ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ ചീത്ത പറയും. ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ മരുന്ന് കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും കൊടുക്കാൻ നോക്കിയാൽ അത് കഴിക്കില്ല. അപ്പോ BP-യുടെ മരുന്ന് കഴിക്കാണ്ടാവും. BP നോർമലാണ്, ഈ മരുന്നാണെന്ന് മനസ്സിലായാൽ പിന്നെ ഭക്ഷണം കഴിക്കില്ല. ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഞങ്ങളെ എന്നെ ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അമ്മയ്ക്ക്. വേറൊരാള് വരുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മയ്ക്ക് അമ്മയുടേതായ ഒരു റൂം, അവിടെ വേറെ ആരും പാടില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ എന്നെയൊക്കെ നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയില് വേറെ ആരും പറഞ്ഞാൽ കേൾക്കില്ല, നമ്മള് പറയണതേ കേൾക്കുള്ളൂ. ഭക്ഷണമൊക്കെ കഴിക്കും. അങ്ങനെ അമ്മയ്ക്ക് ഇപ്പോ 70 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 75 അടുത്തുണ്ട്. കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയില്ല, ഒന്നും ഇല്ല അമ്മയുടെ. പറഞ്ഞത് നന്നായി, നമുക്കൊരു എക്സാമ്പിൾ ആയത്. അപ്പൊ നമുക്ക് മനസ്സിലായില്ല, മനസ്സിൽ അങ്ങനെ പല ഫലങ്ങളുണ്ട്. നമ്മള് എപ്പോ വേണമെങ്കിലും നമ്മൾ ഏത് സിറ്റുവേഷൻസിലേക്ക് പോയെന്ന് വരാം. അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസങ്ങൾ നമ്മുടെ മനസ്സ് തന്നെ ഉണ്ടായത്. നമ്മള് ഉള്ളിൽ വരും, അതിനുള്ള കോമൺ സെൻസ് ഒക്കെ അത്യാവശ്യം നമ്മളിലുണ്ട്. അപ്പൊ റിഗ്രഷൻ എന്ന് പറഞ്ഞ എന്താണ്, നമ്മൾക്ക് സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മൾ പഴയ കുട്ടിയായിട്ട് ബിഹേവ് ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻസിലേക്ക് നമ്മൾ പോകുകയാണ്. അതൊരു മനസ്സിന്റെ മറ്റൊരു തലമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർമൽ ആ ബിഹേവിയർ ആയിരിക്കില്ല അവിടെ കാണിക്കുന്നത്. ഈ സെയിം സംഭവം എന്റെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് ഉണ്ട്, ഇവരുടെ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അയാള് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്. ഇവർക്ക് ഫാമിലി പരമായിട്ട് ഇത് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ആള് ഭയങ്കര ബ്രില്യന്റ് ആണ്. പക്ഷെ ഈ ഓവർ ഡ്യൂട്ടി ചെയ്യുമ്പോൾ, ഓവർ സ്ട്രെസ് ആവുമ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കലി അയാൾ ഗുളിക കഴിക്കാൻ മറന്നു പോയിട്ട് അയാൾക്ക് ഇതാവും. ഇപ്പം ഖത്തറിന്ന് അയാൾ ഇങ്ങനെ ഇവിടുന്ന് ഒരിക്കൽ വന്നിട്ട് നാട്ടിലേക്ക് ഇതായിട്ട് പോയി. അയാൾ ഇങ്ങനെ സ്ട്രെസ് ചെയ്യുമ്പോഴാണ് അയാൾക്ക് ഈ പ്രശ്നം വരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറയുന്നത്, നമ്മൾക്ക് ആ പ്രോബ്ലം ഫേസ് ചെയ്യാൻ പറ്റാത്ത വരുന്ന സിറ്റുവേഷൻസിലേക്ക് മനസ്സ് കംപ്ലീറ്റ്ലി വിട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണിത് റിഗ്രഷൻ എന്ന് പറയുന്നത്. ചൈൽഡിഷ് ബിഹേവിയറിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് ഫേസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ തിരിച്ചറിയും. അപ്പൊ നമ്മൾ നോർമലി മാറും. അതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പെയിൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പറയുന്നുണ്ട്, കോൺഫ്ലിക്റ്റ്, ടെൻഷൻസ് അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി മനസ്സ് പോകുകയാണ് കുട്ടിയായിട്ട്. ഈ ബിഹേവിയറിലേക്ക് പോകുമ്പോൾ എന്താണ്, കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു മൈൻഡുള്ളവരാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം, ഒരുപാട് വയസ്സ് കഴിഞ്ഞിട്ട് നമ്മള് കുട്ടിയുടെ ബിഹേവിയറിലേക്ക് പോകണമെങ്കിൽ മനസ്സ് എത്രത്തോളം പിന്നിലേക്ക് ചിന്തിച്ചിട്ടുണ്ടാവും, പിന്നിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ അതിലൊക്കെ ഒരു സത്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഒരിക്കലും നമ്മൾ അങ്ങനെ പോണമെങ്കില്, മനസ്സ് ചെറിയൊരു സാധനമാണോ നമ്മുടെ മനസ്സ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റ് വ്യത്യസ്ത ജീവികളിൽ നിന്നും നമ്മൾ മനുഷ്യർ വ്യത്യസ്തരാണെന്ന് പറയുന്നത്. നമ്മളുടെ കപ്പാസിറ്റിയിൽ കുറച്ച് എന്താ പറയാ, നമുക്ക് ഒരുപാട് തരത്തിലുള്ള പല ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ട്. അതൊക്കെ പോകുന്നു. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എനിക്ക് കുഴപ്പമില്ല. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെഗറ്റിവിസം. In sympathism,
The individual avoid the need of solving his problems by getting the sympathy of others. Many people get contented if they can turn to someone for sympathy. They try to attain attention and secure expressions of concern over their difficulties. എന്താണ് സിമ്പത്തിസം എന്ന് പറയുന്നത്? സോറി, മാം നെഗറ്റീവിസം അല്ല മാം, ഞാൻ അതാണ് വായിച്ചത് പറഞ്ഞത് നെഗറ്റീവ്സും വായിച്ചത് സിംപിൾസും. Okay, negativism ആണ് കേട്ടോ. Some individuals react to buffering situation. Buffering situation എന്ന് വെച്ചാൽ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ തർക്കങ്ങളുള്ള സിറ്റുവേഷൻസിനെയാണ് ബഫറിംഗ് സിറ്റുവേഷൻസ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഓ എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റാൻ നോക്കിയിരിക്കണൊക്കെ കൂടി. Okay, buffering situations by becoming negative. This means they do not attack the problem or obstacle which challenge them. Instead, they become contradictory, stubborn, and rebellious. Disobedience, temper, tantrum, and define are expressions of their negativism. Negativism എന്ന് വെച്ചാൽ നിഷേധാത്മകത. നമ്മള് ചില സിറ്റുവേഷൻസിൽ നമുക്ക് ആ സംഭവം നടക്കാൻ പറ്റില്ല എന്ന് പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകുന്നില്ല എന്നാണ് നമുക്ക് എന്ത് കയറും? ദേഷ്യം കയറും അല്ലെ? പിന്നെ ഒക്കെ ദേഷ്യത്തിലായിരിക്കുമല്ലോ പറയുന്നത്. എന്റെ കാര്യം നടന്നില്ലേ, ഇനിയിപ്പോ നിങ്ങളെല്ലാവരും എന്റെ ദേഷ്യത്തിന് പാത്രമായിരിക്കണം എന്നങ്ങ് വിചാരിച്ചിട്ട് നമ്മൾ എന്തിനോട് ദേഷ്യം കയറും? പിള്ളേരോട്, ഹസ്ബൻഡിനോട്, വീട്ടിലുള്ള എല്ലാവരോട്, ചിലപ്പോ വീട്ടിലിരിക്കുന്ന പാത്രങ്ങളോടൊക്കെ ദേഷ്യം കാണിക്കാറുണ്ട് അല്ലെ? പാത്രം വെച്ച് തരും, കയ്യിലൊക്കെ ഇങ്ങനെ വെക്കേണ്ട കയ്യിലൊക്കെ ഇങ്ങനെ വെക്കും അല്ലെ? തേങ്ങ ശരിക്കും മുട്ടി കട്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല, ദേഷ്യത്തോട് നല്ല രീതിയിൽ കട്ട് ചെയ്യുമ്പോ ചിലപ്പോ കയ്യിലേക്ക് അടിച്ചു വീഴും, അപ്പൊ അങ്ങ് ദേഷ്യം കൂടും അല്ലെ? കയ്യിലേക്ക് ചിലപ്പോ കത്തി തെറിച്ചു വീഴും, ദേഷ്യം കൂടും. പിന്നെ തേങ്ങ മുഴുവൻ അവിടെ താഴെ വീണ് പൊട്ടിച്ചെതിറി കിച്ചൺ മുഴുവൻ ചീത്തായിട്ടുണ്ട്. അപ്പോഴും ആരാണ് ദേഷ്യം കയറിയിരിക്കുന്നത്? നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെ പൊട്ടിച്ച് നമ്മൾ തന്നെ ദേഷ്യം കയറി നമ്മൾ എങ്ങനെ വലിച്ചു വാരി വൃത്തികെട്ട ബിഹേവിയർ കാണിക്കുന്നു ഇല്ലേ? കാണിക്കാറുണ്ട്. ഒന്നും പറയണ്ട, ചില സമയത്ത് നമ്മൾ അങ്ങനെയാണ് അല്ലെ? ചില ദിവസങ്ങളിൽ ഈ ഒരു വട്ട് നമുക്കുണ്ട്. വട്ടെന്നൊന്നും പറയാൻ പറ്റില്ല അതിനെ. അതായത് നിഷേധാത്മക സ്വഭാവം കാണിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എങ്ങനെയാണത് നമുക്ക് നോക്കാം. അതായത് എന്തിനും നെഗറ്റീവ്സ് പറയൂലേ ചിലവര്? എപ്പോഴും ദേഷ്യമായിരിക്കും, എന്തിനും നെഗറ്റീവ് പറയും. ഇങ്ങനെ എന്ത് പറഞ്ഞാലും നല്ല കാര്യമായിരിക്കുള്ളൂ, പക്ഷെ നല്ല കാര്യത്തിന്റെ ഉള്ളിൽ ഫസ്റ്റ് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിരിക്കും പറഞ്ഞു വരുന്നത്. ചില ആൾക്കാർ അങ്ങനെയുണ്ട്. പിന്നെ എപ്പോഴും ദേഷ്യം എപ്പോഴും ആള് കംഫർട്ടബിൾ സോണിൽ ആള് കാണാനേ പറ്റില്ല. എപ്പോഴും അങ്ങനെ ഒരു ഡിസ്റ്റർബ്ഡ് ആണ് ആള്. അങ്ങനെയുള്ള ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ദേഷ്യവും വാശിയൊക്കെ കാണിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ആൾക്ക് ആ പ്രോബ്ലം ഫേസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് കാണുമ്പോ ആ പ്രോബ്ലത്തിന് മറികടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് എന്ത്? ഈ നെഗറ്റീവ് സ്വഭാവം അല്ലെങ്കിൽ നിഷേധാത്മകമായിട്ട് പെരുമാറുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? ഒരു കാരണത്തിന്റെ പേരിലായിരിക്കും ഈ കളഞ്ഞ ചിലപ്പോ ഒന്ന് ദിവസം മുഴുവൻ വേണമെങ്കിൽ ഈ ഒരു സ്വഭാവം പറ്റുള്ളൂ. ഓക്കെ, ഇങ്ങനെ കാണിക്കുന്നത് ആ പ്രോബ്ലത്തിന് നമ്മള് സോൾവ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് പ്രത്യേകിച്ച് become contradictory എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കും. ദേഷ്യം കയറി കഴിഞ്ഞാൽ പരസ്പര വിരുദ്ധന്മാർ, അല്ലെങ്കിൽ stubborn and rebellious. stubborn എന്ന് വെച്ചാൽ എന്താണ്? ശാഠ്യക്കാരുണ്ടാവും. rebellious എന്ന് പറഞ്ഞാൽ വിമതര് എന്ന് പറഞ്ഞ ആൾക്കാരെ കിടക്കുന്ന പൊളിറ്റീഷ്യൻസിനെ വിമതർ എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവരെയൊക്കെ നെഗറ്റീവ് പറയുള്ളൂ അല്ലെ? ഇത് ശാഠ്യക്കാരെന്ന് വെച്ചാൽ ഭയങ്കര ദുർവാശിയുള്ളവര്. ദുർവാശി എന്ന് പറഞ്ഞാൽ അവർക്ക് ആ കാര്യം ചെയ്തു തീർക്കാനായിട്ട്, അല്ലെങ്കിൽ എപ്പോഴും ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ട്. അങ്ങനെയുള്ള കാറ്റഗറി നമ്മുടെ മനുഷ്യരിലുണ്ട്. ചിലവരിൽ ചില സമയങ്ങളിൽ മാത്രമായിരിക്കും ഈ ഒരു പ്രവണത ഉണ്ടായി വരുന്നത്. അല്ലെങ്കിൽ എന്താണ് stubborn എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ശാഠ്യക്കാർ. റിബല്ലിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിമതർ. ഡിസൊബീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൊബീഡിയൻസ് അനുസരണയില്ലാത്തത് എന്തുകൊണ്ടാണ്? ദേഷ്യമുള്ളതുകൊണ്ട് അല്ലെ? അനുസരിക്കില്ല, പറഞ്ഞ അനുസരിക്കില്ല. അപ്പോഴും നെഗറ്റീവ് ആണ് അവിടെ അല്ലെ? അൺറെസ്പെക്ട്ഫുൾ അല്ലെ? ബഹുമാനിക്കില്ല. ടെമ്പർ ആൻഡ് ടാൻഡ്രം എന്താണ്? ടെമ്പർ
കോപം, ധിക്കാരം, അല്ലെ? കോപം, ഭയങ്കര കോപം മീൻസ് ദേഷ്യം, ഭയങ്കര ധിക്കാരം. എന്ത് പറഞ്ഞാലും നമ്മൾ അതിനെ ധിക്കരിക്കും. ദേഷ്യം കയറി ധിക്കരിക്കണം. ഓക്കെ, ഇതൊക്കെ എന്താണ്? നിഷേധാത്മകമായിട്ട് നമ്മളുടെ മനസ്സ് പ്രകടിപ്പിക്കുന്ന പ്രകടനങ്ങളാണ് എന്ത്? ഈ ശാഠ്യ സ്വഭാവം, ദേഷ്യം, കോപം, അല്ലെങ്കിൽ ധിക്കാരം, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, മൊത്തത്തില് അവിടെ ഒരു പോസിറ്റീവ്നെസ് ഇല്ല. മനസ്സിനവിടെ പോസിറ്റീവ്നെസ് കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? ആ പ്രോബ്ലം ഫേസ് ചെയ്യാൻ പറ്റില്ലാത്ത പക്ഷം എന്താണ്? നമ്മളൊന്ന് ദേഷ്യം കയറി വരും, അല്ലെ? നമുക്ക് ഈ എക്സാമ്പിൾ ഇപ്പൊ ഗീതു പറഞ്ഞ പോലെ നമുക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം കയറില്ലേ? അതാണ് ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിള്. എന്തുകൊണ്ടാണ് സങ്കടം വന്നത്? സങ്കടം വന്നത് എന്തോ കാര്യം ചെയ്യാൻ പറ്റില്ല, എന്തോ കാര്യം ചെയ്യാൻ പറ്റണ്ടായിരുന്നു, നമുക്ക് സങ്കടം വന്നു. പക്ഷെ നമുക്ക് സങ്കടപ്പെട്ടിരിക്കുകയാണോ വിഷമിച്ചിരിക്കുകയാണോ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. അവര് വന്ന് ചോദിച്ചു, കുട്ടി വന്ന് ചോദിച്ചു, അന്ന് എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു തരുമെന്ന് നോക്കുമ്പോ നമ്മളങ്ങ് ഭദ്രകാളിയായിരുന്നു, അല്ലേ? വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഒന്ന് ദേഷ്യം കയറി നിങ്ങൾ കാണിക്കാറില്ല ഇതൊക്കെ, ഇല്ലേ? കാണിക്കാറുണ്ട്. പിന്നെ ചിലപ്പോ ആ കുട്ടിയോടായിരിക്കും അല്ലേ? ഞാൻ ഇതൊന്നും കാണിക്കാറില്ല അമ്മ. ദൈവത്തിന്റെ കൃപയാല് എല്ലാത്തിലും ക്ഷമിക്കാനും സഹിക്കാനും ഒരു കൃപ ദൈവം എനിക്ക് തന്നു. ജോലി ഇങ്ങനെയുള്ള കാറ്റഗറി ആൾക്കാരുണ്ട്. നമ്മളിൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. നമുക്ക് വിഷമം വന്നാലും നമുക്ക് പെട്ടെന്ന് ദേഷ്യം കയറും. അതേപോലെ തന്നെ ചിലവർക്ക് എന്താ പറയുന്നത്, ദേഷ്യം വന്ന വിശക്കും അത്രേ. എത്രയോ വിഷയങ്ങൾ യേശുവിനെ കുരിശിത്തൂക്കിയിട്ടേക്കുന്ന എത്രയോ വിഷയങ്ങളെ യേശുവിനെ കുരിശി തൂക്കിയിട്ട് എന്നുള്ള കുരിശി കിടക്കുന്ന വിഷയങ്ങൾ പോലും പോവാറില്ല. അത് വെളിപ്പെടുത്തി ജോലിക്ക് നല്ലോണം മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെ എല്ലാം പറ്റുന്നത്. ഓക്കെ, കാലം തെളിയിക്കും. അതുവരെ ഞാൻ ക്ഷമയോടിരിക്കും. ഞാൻ അത് കുറ്റാൻ പോലും പോകാറില്ല. നല്ല പേഷ്യൻസ് ഉണ്ട്. ഓക്കെ, നല്ല കാര്യം. ഇവിടെ എന്താണ് വിഷമം വന്നാല് വിശക്കുമെന്ന് പറഞ്ഞാൽ അതെന്തൊരു ഫീലിംഗ് ആണോ അത്? അന്ന് ഞാൻ ഒരുപാട് കഴിക്കുന്ന ആളല്ല, പക്ഷെ ടെൻഷൻ വന്നാ വിശക്കും. ശരിയാ, നല്ല സിനിമകളാണ്. പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ വിശപ്പ് മാറ്റി വെക്കാൻ പറ്റും. ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞ് കഴിക്കുമല്ലേ? നമ്മള് അല്ല മാം, ചില ഭക്ഷണം നമ്മൾ ആസ്വദിച്ച് കഴിക്കുമ്പോഴേ അറിയാണ്ട് ആ ടെൻഷനൊക്കെ മാറിപ്പോവും. ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിൽ അത് ആസ്വദിച്ച് കഴിക്കുമ്പോ ആ ടെൻഷൻ അപ്പൊ ഓർക്കില്ല, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓർക്കും. അങ്ങനെ എന്തോ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അത് പൊതുവെ. അപ്പൊ നമ്മൾ നെഗറ്റീവ് സ്വഭാവം കാണിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് ഇവിടെ എപ്പോഴും ഇത് തന്നെയാണ്. ഡിഫൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ പറ്റാണ്ടാവുന്ന സിറ്റുവേഷൻസിലാണ് ഇത്തരത്തിൽ ദേഷ്യമൊക്കെ നമ്മൾ പുറപ്പെടുവിക്കുന്നത്, അല്ലെ? മിക്കവണ്ണം ചിലപ്പോ രാവിലെയൊക്കെ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. രാവിലെയാണ്, അല്ലെ? രാവിലെ ഇത് സർവ്വസാധാരണമാണ് ഈ നെഗറ്റീവ്സ് എന്ന് പറയുന്ന സംഭവം. പ്രത്യേകിച്ച് ഇനിയിപ്പോ സ്കൂൾ തുറക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവും. പെട്ടെന്ന് അങ്ങ് ദേഷ്യം കയറി കഴിയും, പിള്ളേരെ വിളിച്ച് എഴുന്നേക്കില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു ടെൻഡൻസി വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതും എന്താണ്? നമ്മൾ ആ ദേഷ്യം കാണിക്കുന്നതിന്റെ കാര്യം എന്താണ്? നമ്മളെ പ്രോബ്ലത്തിനെ ഡിഫെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദേഷ്യം കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കരഞ്ഞു പോകും, വിഷമം വന്ന് കരഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി എന്താണ് ആ വിഷമത്തിനെ കടിച്ചമർത്തിക്കൊണ്ട് ആ നെഗറ്റീവ് സ്വഭാവം കാണിക്കുക. അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. ഓക്കെ, മനസ്സിലായോ? യെസ്, അടുത്തത് ഒന്നുകൂടി പറഞ്ഞത് നിർത്താം. സിമ്പത്തിസം സഹതാപം, അല്ലെ? Sympathism is individual avoid the need of solving his problems while getting the sympathy of others. Many people get contented if they can turn to someone for sympathy. They try to attain attention and secure expressions of concern of their difficulties. നമ്മള് സിമ്പതി ഉള്ള ആൾക്കാരെ കാണാറുണ്ട്. സിമ്പതി ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇതെന്താണ്? എങ്ങനെയാണ് അത്? സിമ്പതി നേടുന്ന എന്തിനു വേണ്ടിയിട്ടാണ് നമ്മള് സിമ്പതി പിടിച്ചു വെക്കുന്ന? എന്തിനാ? സഹതാപം പിടിച്ചു വെക്കുന്നത്. അവരുടെ കാര്യം നടക്കാനല്ല, എന്തോത്തിനാ മറ്റുള്ളവർ സിമ്പതി നേടുന്നത്? അല്ലേ? കുട്ടികൾ കാണിക്കാറുണ്ട് സിമ്പതി നമ്മളോട് വന്നിട്ട്. എന്തിനാണ്? അവർക്ക് എന്തോ കാര്യം നടക്കാനുണ്ട്, അപ്പൊ അതിന് നമ്മളോട് അങ്ങനെയാണ്, അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇത് ഇനി എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്കൊരു ഭാവം തോന്നും, അല്ലേ? നമുക്കൊരു ഭാവം വരും. നമ്മള് മറ്റുള്ളവർക്ക് എന്ത് തോന്നും? അയ്യോ, ആ കുട്ടിക്ക് ഒന്നുമില്ല,
ഒന്ന് സഹായിക്കണമെന്ന് നമുക്കൊന്ന് തോന്നിപ്പോകും. അല്ല, ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ അവൻ രക്ഷപ്പെടായിരിക്കും എന്ന് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കും. മറ്റുള്ളവരിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, അതായത് അവർക്ക് അവരുടെ പ്രോബ്ലം ഫേസ് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോ മറ്റുള്ളവരോട് ഒന്ന് പറയാണ്, എനിക്ക് അയ്യോ എന്റെ കയ്യിൽ പൈസ ഇല്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്, നമുക്ക് അവരോട് സഹതാപം, എനിക്ക് ഇന്നൊരു അസുഖമുണ്ട്, എനിക്ക് പോവാനൊന്നും പൈസ ഇല്ല. പക്ഷെ ഉണ്ടാവുമായിരിക്കും ചിലപ്പോ ഉണ്ടാവും, ചിലപ്പോ എല്ലാം സത്യസന്ധമായിട്ട് പറയുന്നവരുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് തോന്നും അവരോട്, പാവങ്ങള് എന്തൊന്ന് സഹായിച്ചേക്കാം. അങ്ങനെ നമ്മൾ സഹായിക്കുന്നത് കേൾക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് അല്ലെ. അവരുടെ ഉള്ളിനുള്ളിൽ എന്താണ്, അത് ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് അവർ സന്തോഷിക്കും. അതായത് അവരുടെ ഡിഫിക്കൽട്ടീസിനെ മറന്നുകൊണ്ട് അവരെന്താണ്, അവരാരെങ്കിലും കൺസേൺ ചെയ്യുന്നുണ്ട്, അവരാരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടെന്നൊരു തോന്നൽ അവർക്ക് രൂപപ്പെടും. ഓക്കെ, കുട്ടികൾ, നമ്മുടെ കുഞ്ഞുകുട്ടികൾ ഇങ്ങനെ കാണിക്കാറ് ടീച്ചറിന്റെ സിമ്പതി നേടാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്, ടീച്ചർ എപ്പോഴും അവരെ സെക്യൂർ ആക്കി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. കുട്ടികൾ അങ്ങനെയാണ്, എന്റെ ടീച്ചർ എന്നെ എപ്പോഴും നോക്കണം, എന്നെ എപ്പോഴും സംസാരിക്കണം, എന്നെയാണ് എന്റെ ഫേവറേറ്റ് ടീച്ചർ, ടീച്ചർ എന്നെ ആയിരിക്കണം നോക്കേണ്ടത് എന്നുള്ളൊരു കോൺസെപ്റ്റുള്ള കുട്ടികളുണ്ട്. അപ്പൊ ടീച്ചറിന്റെ സിമ്പതി പിടിച്ചു വെച്ചാലുള്ള പല ഐഡിയാസുകളും നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ കണ്ടോട്ടോ, ഇതൊക്കെ കാണാൻ പറ്റും. പല ഐഡിയാസ് കാണിക്കും ടീച്ചറിന്റെ സിമ്പതി പിടിച്ചു വെച്ചാൽ വേണ്ടിയിട്ട്. അത് മനസ്സിന്റെ ഒരു തന്ത്രമാണ്. അവന് ചിലപ്പോ എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്തത് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ ചിലപ്പോ അവർക്ക് കരയും കഴിയുമ്പോ ടീച്ചർ ഒന്ന് പറയും, അയ്യോ മോൻ എന്താ കരയുന്നേന്ന് വന്ന് ചോദിക്കും. അപ്പൊ കാര്യമൊന്നും പറയില്ല കേട്ടോ, കാര്യമൊന്നും പറയില്ല. നോക്കുമ്പോ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ആള് ചിലപ്പോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ആക്ടിവിറ്റി. ടീച്ചറിന്റെ കാര്യം നമുക്ക് മനസ്സിലാവുമല്ലോ, അവന്ന് പോട്ടേട്ടോ കുഴപ്പമില്ല, ടീച്ചർ പറഞ്ഞു തരാന്ന് പറയുന്ന ഒരു സന്തോഷം കിട്ടും അല്ലെ. യെസ്, സിമ്പതി പിടിച്ചു വെച്ച് വാങ്ങിയിട്ട് എന്താണ്, മനസ്സിനത് കൺട്രോൾ ചെയ്യാണ്. ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇത്തരത്തിൽ ഓരോരുത്തരോട് ഇങ്ങനെ പറയുന്നത്, പൈസ ഇല്ല, അതില്ല ഇതില്ല എന്നൊക്കെ പറയുന്നതൊക്കെ. ഓക്കെ, ഒരു നല്ലൊരു പ്രവണതയല്ല അത് അല്ലെ, നല്ല പ്രവണതയാണോ അത്, സിമ്പതി പിടിച്ചു വെക്കാന്ന് പറയുന്നത്? ഒരിക്കലും നല്ലതല്ല. പക്ഷെ ചില ആൾക്കാർ നമുക്കത് കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാവും അല്ലെ. ചിലരുടെ സിറ്റുവേഷൻ അത്രയും മോശമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഒരു സിമ്പതി തോന്നാന്നുള്ളത് വളരെ നല്ലതാണ്. നമ്മളിപ്പോ വീഡിയോസിലൊക്കെ കാണാറില്ലേ, കുറെ ആൾക്കാർ വഴിയോരത്തിരിക്കുന്നവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത്. അവരൊരിക്കലും അവരോട് പറഞ്ഞിട്ടില്ല, പക്ഷെ അവരുടെ ദയനീയമായ ഭാവങ്ങളോ അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകൾ കണ്ടു വിലയിരുത്തിയിട്ട് ആ സിമ്പതി തോന്നിയിട്ട് വാങ്ങി കൊടുക്കുന്നവരുണ്ട് അല്ലെ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ റിയൽ സിറ്റുവേഷൻസ് ആണ്. അതിനൊക്കെ നമ്മൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യാം. നമുക്ക് കാണുമ്പോൾ തന്നെ സങ്കടം തോന്നും. അയാൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ആളുടെ കണ്ണിൽ നിറയുന്ന, അല്ലെങ്കിൽ ഭക്ഷണം കുറെ കൊടുക്കുമ്പോൾ ആവശ്യത്തിനുള്ളത് മതി എന്ന് പറഞ്ഞാൽ അയാളോട് ആവശ്യത്തിനുള്ളത് മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കില്ല അല്ലെ. എല്ലാവർക്കും കുറെ വേണമെന്നൊന്നും തോന്നില്ല. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യർ നമ്മളെ കൂട്ടത്തിലുണ്ട്. യെസ്, ബാക്കി കൂടി പറയണോ? സമയമുണ്ടല്ലോ. വിട്രോവൽ എന്താണ് മനസ്സിലായോ? സിമ്പതീസ് എന്താണെന്ന് മനസ്സിലായില്ലേ? Withdrawal means പിൻവലിക്കൽ. അതായത് some people are prone to withdraw from situation in which they experience difficulty. If they refuse to face their problems, there is no danger of failure in connection with them. വിഡ്രോവൽ എന്നാണ് നമ്മളെ പിൻവലിക്കുകയാണ്. അതായത് നമ്മൾക്ക് പറ്റാത്തൊരു സാഹചര്യങ്ങൾ, നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത എന്ത് പ്രശ്നമായിക്കോട്ടെ, ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? പിൻവലിയും. അതായത് നമ്മൾക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് ഇത് കൂടിയാൽ കൂടില്ല, ഞാൻ എന്ത് ചെയ്യണം? ഇതിന് മാറണം അല്ലെ. അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ മാറും. ചിലപ്പോ പ്ലേസിൽ നിന്ന് മാറാൻ പറ്റും. നമുക്ക് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ ഒരു ആക്സിഡന്റ് ഒക്കെ കണ്ട് നിൽക്കുന്ന സമയത്ത് എനിക്കിത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ എന്ത് ചെയ്യും? ആ സ്ഥലത്ത് നിന്ന് മാറും, പിന്നെ അങ്ങോട്ട് പോകില്ല. അതുപോലെ ചില ആൾക്കാർ മരണ വീട്ടിൽ പോകാറില്ല അല്ലെ, മരിച്ച വീട്ടിൽ പോകാറില്ല ആൾക്കാരെ. കാരണം എന്താണ്? നമുക്ക് അവിടുത്തെ ഒരു സിറ്റുവേഷൻസ്, കരച്ചിൽ, ബഹളം കാണുമ്പോൾ നമുക്ക് വിഷമം വരും. അങ്ങനെ പോയി നിന്നാൽ പോലും എന്താണ്, സൈലന്റ് ആയിട്ടുള്ള ഒരു മരണ വീടാണെങ്കിൽ നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു കരച്ചിൽ, ഉറക്കെ കരച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് വിഷമം വരും അല്ലെ. അവർ കരയുന്നത് കണ്ടിട്ട് വിഷമം വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ അവിടെ നിന്ന് പോരും, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോരും, പിന്നെ നിൽക്കില്ല. അങ്ങനെ നമ്മൾക്ക് അറിയാവുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ സ്വമേധയാ എന്താണ്, പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് നമ്മൾ ആ ഡേഞ്ചറസ് സിറ്റുവേഷൻസിൽ നമ്മളെ പുറകിലേക്ക് മാറണം. അത് ഒരിക്കലും ഒരു പോരായ്മയായിട്ട് ആരും കരുതണ്ട കേട്ടോ. വിഡ്രോവൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പോരായ്മയല്ല. പല സമയത്തും അത് നല്ലതാണ്. നമ്മൾ ആ കുഴിയിൽ പോയി ചാടുന്നതിൽ നല്ലതല്ല അവിടെ നിന്ന് മാറുന്നത്. ആലോചിച്ച് വെറുതെ കുഴിയിലേക്ക് പോകുന്നതിൽ നല്ലത് ആ സിറ്റുവേഷൻസിൽ വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കരുത്. വേണ്ടാന്ന് തോന്നി നമ്മുടെ മനസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് പിൻവലിയാണ്. ഓക്കെ,
Yes. അതും ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. നമുക്ക് പറ്റാത്ത സിറ്റുവേഷൻസ് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്തരം സിറ്റുവേഷൻസിൽ നിന്നിട്ടാണ് നമ്മൾ ആ പ്രോബ്ലത്തിനെ നേരിട്ട് കാണുന്നതിന് മുമ്പ് ആ ഒരു പ്രോബ്ലം വരുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ തന്നെ അതിൽ നിന്ന് പിൻവലിയുന്നത് നല്ലതാണ്. അതൊരു നല്ലൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. Some people are prone to withdraw from situation. Prone എന്ന് പറയുന്നത് ചില സിറ്റുവേഷൻസിൽ നമ്മൾ എന്താ പറയുക നീങ്ങാന്നുള്ളൊരു മീനിങ്, അല്ലെങ്കിൽ ഉൾക്കൊള്ളാതിരിക്കണം. ആ സിറ്റുവേഷൻസിൽ മാറും നമ്മൾ. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? പ്രോണിന്റെ മീനിങ് ആണോ ചോദിച്ചത്? അതെ അതെ അതെ. പ്രോണിന്റെ മീനിങ് നീങ്ങാന്നുള്ളതാണെന്നാണോ തോന്നുന്നത്? നോക്കിയിട്ട് പറയാട്ടെ സിസ്റ്റർ, നോക്കിയിട്ടില്ല. താങ്ക് യു. ഈ നമ്മള് ഫോണിൽ ഇങ്ങനെ കുറെ വീഡിയോസ് വരൂല്ലോ, അതായത് ആക്സിഡന്റിന്റെ അങ്ങനെ കുറെ, എനിക്കത് കാണാൻ പറ്റില്ല. ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഓപ്പൺ ചെയ്യുന്നില്ലേ? ഐഷക്ക് വീഡിയോ കാണാൻ പറ്റുന്നില്ല, പേടിയാണ് അല്ലെ? അല്ലെങ്കിൽ വേണ്ട, അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി വിഷമാവെന്ന് തോന്നി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ വീഡിയോ കാണാൻ സ്കിപ്പ് ചെയ്യണം അല്ലെ? ഓക്കെ, അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും നമ്മൾ പലരും അല്ലെ? പ്രോണിന് ഇവിടെ സാധ്യതയുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. അതായത് പ്രശ്നം ഉണ്ടാവാൻ പോകുന്നുള്ള സാധ്യത മീൻസ് പ്രോൺ. അതായത് ചില സിറ്റുവേഷനിൽ അവിടെ എന്തോ ഉണ്ടാകാൻ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ വേണ്ടാണ്ടൊരു തോന്നാറില്ല നമുക്ക്. ആലോചിച്ചങ്ങ് പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വേറെ കാർഡിൽ ഇങ്ങനെ ചിന്തിക്കും. അപ്പൊ വേണ്ട, അധികം ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാവും. വേണ്ട, അതൊന്നും ആലോചിക്കുന്ന കാര്യമില്ല. നമ്മളെ മനസ്സിനെ പെട്ടെന്ന് എന്തെങ്കിലും ഡൈവേർട്ട് ചെയ്തിരിക്കും. ആ സ്ഥലത്ത് നമ്മൾ പിൻവാങ്ങും. അതാണ് എന്താ വിഡ്രോവൽ എന്ന് പറയുന്നത്. ഓക്കെ, പ്രോണിന്റെ മീനിങ് കിട്ടോ? സാധ്യതയുള്ള. ഓക്കെ, പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസിൽ നിന്ന് നമ്മൾ മനഃപൂർവ്വം മനസ്സിനെ മാറ്റുന്ന ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഡിഫൻസ് ആണ് എന്താ വിഡ്രോവൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഇനി ഫാന്റസി ആൻഡ് ഡേ ഡ്രീമിംഗ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയട്ടെ. അതും കൂടി ഉള്ളൂ, കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ഉണ്ടോ? ഞാൻ പറയാം. വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല. APJ Abdul Kalam God's. Sign out by Naufala. Thank you, ma'am, for your wonderful class. Okay, thank you. Okay, thank you. Have a nice day. നാളെ നിങ്ങളുടെ 55 വാരുടെ പ്രാക്ടിക്കൽ സെഷൻ ആണ്. 55 വാരെ ഞങ്ങൾ നാളെ കാണും. പ്രാക്ടിക്കൽസ് ഇവിടെ വന്ന് ചേഞ്ച് ചെയ്യും കേട്ടോ. ക്ലാസ്സിലെ പ്രാക്ടിക്കൽ സെക്ഷന്